നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴക്കെടുതികൾ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും ദുരിത പെയ്ത്ത് തുടരുകയാണ്. ഇന്നലെ മുതൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് അതിതീവ്ര മഴയെങ്കിൽ രാവിലെ മുതൽ അത് തെക്കൻ കേരളത്തിലേക്കും വ്യാപിക്കുകയാണ്. പ്രളയസമാനമായ സാഹചര്യം കേരളത്തിൽ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ തീരമേഖലയിലും ജനജീവിതം ദുസ്സഹമാകാൻ തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ തീരമേഖലയിലെ ഒരു മരണക്കെണിയാണ് മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖം. 2011 തുറമുഖം സ്ഥാപിച്ചതിന് ശേഷം 700-ലധികം അപകടങ്ങളാണ് മുതലപ്പൊഴിയിൽ നടന്നത്. 80ഓളം മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. മരണക്കെണിയായ മുതലപ്പൊഴിയിൽ വീണ്ടും 2 മത്സ്യത്തൊഴിലാളികളെ കൂടി ഇന്നലെ കാണാതായിരിക്കുന്നു. 27ഉം 28ഉം വയസ്സുള്ള 2 യുവാക്കളെയാണ് കാണാതായിരിക്കുന്നത്. അവരെ കാണാതായിട്ട് ഏതാണ്ടിപ്പോൾ 15 മണിക്കൂറുകളിലധികം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുവരെയും രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നു. ശക്തമായ തിരമാലയുണ്ട്. കേരള പോലീസിൻ്റെ ബോട്ടുകൾക്ക് അത് മുറിച്ചു കടക്കാൻ കഴിയുന്നില്ല. മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ റെസ്ക്യൂ ബോട്ടുകളെയാണ് അധികൃതർ കാത്തിരിക്കുന്നത്. അതിതുവരെയും എത്തിയിട്ടില്ല. ശംഖുമുഖത്തും വിഴിഞ്ഞത്തും ഇന്നലെ അപകടമുണ്ടായിരുന്നു. അവിടെ നടന്ന രക്ഷാപ്രവർത്തനം കാരണമാണ് റെസ്ക്യൂ ബോട്ട് എത്താൻ വൈകുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. അധികൃതരുടെ അലംഭാവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അവർ ആരോപിക്കുന്നു. നാട്ടുകാർ രാവിലെ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു. അപകടം നടന്ന് 15 മണിക്കൂർ പിന്നിട്ടിട്ടും രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. സ്ഥലത്തെത്തി രക്ഷാദൗത്യം ഏകോപിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥർ ഓഫീസിൽ തന്നെ വെറുതെ ഇരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അപകട സാധ്യത മുന്നറിയിപ്പ് നൽകിയില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. മത്സ്യബന്ധനത്തിനായി പുലർച്ചെ 4 മണിയോടെ വള്ളങ്ങൾ പുറപ്പെടും. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് ആ സമയത്ത് വരണം. എന്നാൽ അധികൃതർ മൗനം പാലിച്ചുവെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് മുതലപ്പൊഴിയെ ആശ്രയിച്ച് കഴിയുന്നത്. രക്ഷാപ്രവർത്തനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും കാണാതായവരുടെ ബന്ധുക്കളും റോഡ് ഉപരോധിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഇതോടെ തീരദേശ റോഡിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. MLA രമ്യ ഹരിദാസ് അവിടെയെത്തി പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് പരാജയപ്പെടുകയാണുണ്ടായത്. ക്രിസ്ത്യൻ സഭയുടെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായും പ്രതിഷേധിക്കുന്ന നാട്ടുകാരുമായും ചർച്ച നടത്തി. രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ കഴിയുമോ എന്ന് അധികൃതർ മത്സ്യത്തൊഴിലാളികളോട് ചോദിച്ചത് സംഘർഷത്തിന് കാരണമാവുകയായിരുന്നു. മഴ കനക്കുന്നതോടെ തീരദേശ ജനതയുടെ കഷ്ടപ്പാടുകൾക്കും ആരംഭമാവുകയാണ്. കടലാക്രമണം അടക്കമുള്ള വിഷയങ്ങളിൽ ശാശ്വത പരിഹാരം വേണമെന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ അവരോട് വലിയ അനീതി കാട്ടുന്നുവെന്നാണ് ഇന്നും അവരുടെ പരാതി. തീരദേശ ജനതയുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്ന കേന്ദ്ര ഫണ്ടടക്കം വാങ്ങിയെടുക്കുന്നതിൽ സംസ്ഥാനം അലംഭാവം കാട്ടുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിന് കേന്ദ്രം അനുവദിച്ച 300 കോടി രൂപയുടെ സഹായം വാങ്ങിയെടുക്കാൻ സംസ്ഥാനം താൽപ്പര്യം കാട്ടിയില്ലെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്തിടെ പാർലമെൻറ്റിൽ പറഞ്ഞിരുന്നു. ഇതിൽ 200 കോടി രൂപയും പ്രളയ നിവാരണ പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരത്തിന് അനുവദിച്ചതാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങൾ മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് തിരുവനന്തപുരത്തെ തീരദേശ ജനത. കടലാക്രമണത്തിന് അവർ തേടിയ ശാശ്വത പരിഹാരം ഇനിയും അകലെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്നത് കൂടാതെ ഇപ്പോൾ മനുഷ്യജീവന് ഒരു വിലയും കൊടുക്കാതെ രക്ഷാപ്രവർത്തനം നടത്താൻ പോലും അധികൃതർ അലംഭാവം വരുത്തുന്ന പശ്ചാത്തലത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നത്.